ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് കിട്ടിയ ടോപ്പിക്ക് വെക്റ്റർ ഫീൽഡാണ്. വെക്റ്റേഴ്സിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ. വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. വെക്റ്റർ ഫീൽഡ് എ വെക്റ്റർ ഫീൽഡ് ഓൺ എ ഡൊമൈൻ ഇൻ എ പ്ലെയിൻ or in space is a function that assign a vector to each point on the domain. ഡൊമൈനിലെ എല്ലാ പോയിന്റിലും വെക്റ്ററിനെ അസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫങ്ഷൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കുക. വെക്റ്റർ ഫീൽഡ് 3Dയിൽ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ. ഇതിൽ പി ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? കമ്പോണൻറ്റ് ഫംഗ്ഷനാണ്. ഈ എഫ് എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ പി ക്യു ആർ എന്നുള്ള 3 കമ്പോണൻസും കണ്ടിന്യൂസ് ആവണം. അതേപോലെ തന്നെ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ തന്നെ ഈ പി ക്യു ആർ എന്നുള്ള 3 ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണം. ഇതിന് 2Dയിൽ ഈ വെക്റ്റർ ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ. റിമാർക്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഫിഗറിൽ എന്താ തന്നെ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന്, അതിൽ എക്സിനും വൈക്കും പകരം ആ ഇതിൻ്റെ പ്ലെയിനിൽ ഏത് പോയിന്റുകൾ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ 0 0 ആണെങ്കിൽ 0 0 ഒറിജിൻ എങ്ങനെ വേണമെങ്കിൽ ഏത് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ റൂട്ട് ഓഫ് ഡിനോമിനേറ്ററിൽ വരുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? 0 വരാൻ പാടില്ല. അവിടെ 0 വരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് നമുക്ക് 0 അല്ലാതെ ഏത് പോയിന്റ് വേണമെങ്കിലും ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വി എന്ന് പറയുന്ന ഡെൽ ഓപ്പറേറ്ററിനെ ഫൈ എന്ന് പറയുന്ന സ്കേലാർ ഫംഗ്ഷനായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന വെക്റ്റർ ഫീൽഡ് എഫിനെയാണ് ഗ്രേഡിയൻറ്റ് ഫീൽഡ് ഓർ ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്ന് പറയുന്നത്. ഇതിൽ ഡെൽ ഓപ്പറേറ്റർ വി എന്ന് പറയുന്നത് ഡോ ഐ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജെ ബൈ ഡോ വൈ പ്ലസ് ഡോ കെ ബൈ ഡോ സെഡ് ആണ്. ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു ഫൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് ഇൻറ്റു കെ. അടുത്തതെന്ന് പറഞ്ഞാൽ കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡാണ്. അപ്പം കേളും ഡൈവേർജൻസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ആണ്, ഡൈവേർജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കേൾ നോക്കാം. ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫീൽഡ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ. അപ്പം ഇതൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ കേൾ ഓഫ് എഫ് എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ് ആണ്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ ക്രോസ് പി ഓഫ് ഐ പ്ലസ് ക്യൂ ഓഫ് ജെ പ്ലസ് ആർ ഓഫ് കെ ആണ്. അപ്പം അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് ഐ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് ജെ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ കെ എന്ന് വരും. അപ്പം ഇതാണ് കേൾ ഓഫ് എഫ് എന്ന് പറയുന്നത്. എഫ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ആദ്യം പറഞ്ഞ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്താണെന്നുള്ളത്. അപ്പം അതിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെൽ ക്രോസ് എഫ് ആണ്. അപ്പം ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഇനി അടുത്തത് പറയുന്നത് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡാണ്. അപ്പം സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ഡൈവേർജൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ഡെൽ ഡോട്ട് എഫ് ആണ്. അപ്പം അതെങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ ഡോട്ട് പി ഓഫ് ഐ പ്ലസ് ക്യൂ ഓഫ് ജെ പ്ലസ് ആർ ഓഫ് കെ ആണ്. അപ്പം
അതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൈവേർജൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ പി ബൈ ഡോ ക്യൂ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെഡ്. അതാണ് കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ. നമുക്കിവിടെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ദ ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് ദ വെക്റ്റർ എഫ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ഐ പ്ലസ് 3x² വൈ ജെ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് കെ അറ്റ് ദ പോയിൻറ്റ് 1 2 -1. ഇനി ഇത് സോൾവ് ചെയ്യാം. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് വെക്റ്റർ എഫ് ആണ്. ഇനി നമുക്കതിൻ്റെ പി ക്യു ആർ എന്താണെന്ന് എഴുതിയെടുക്കാം. അപ്പോൾ ദെർഫോർ പി ഈസ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. അപ്പോൾ അടുത്ത ക്യൂ ഈസ് ഈക്വൽ ടു 3x² വൈ എന്നാണ്. ആർ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് മൈനസ് വൈ സ്ക്വയർ സെഡ് എന്നാണ്. ഇനി നമുക്ക് ഡൈവേർജനും കേളുമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഡൈവേർജൻ ഓഫ് വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് വെക്റ്റർ എഫ്. ദാറ്റ് മീൻ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. ഇതിൽ നമ്മൾ പി ക്യു ആർ എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കണ്ടത് എന്ന് വെച്ചാൽ ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെഡ്. ഇതെന്ത് വരും? പിയുടെ വിത്ത് റെസ്പെക്റ്റ് ഓഫ് എഫ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ സെഡ് പ്ലസ് ക്യൂയുടെ വിത്ത് റെസ്പെക്റ്റ് ഓഫ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² പ്ലസ് ആറിന് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2xz മൈനസ് വൈ സ്ക്വയർ വരും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതാണ് ഡൈവേർജൻ്റ് ഓഫ് വെക്റ്റർ എഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ പോയിന്റിൽ ഏതാണ് പോയിന്റ് 1, 2, -1 എന്ന പോയിന്റിൽ ഡൈവേർജൻ്റ് ഓഫ് വെക്റ്റർ എഫ് കാണണം. അപ്പോൾ ഡൈവേർജൻ്റ് ഓഫ് വെക്റ്റർ എഫ് അറ്റ് 1, 2, -1 എന്ന പോയിന്റിൽ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? y എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 2 ഇൻറ്റു z എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 2 ഇൻറ്റു -1 പ്ലസ് 3 ഇൻറ്റു x² എന്ന് പറഞ്ഞാൽ 1² അത് 1 തന്നെയാണ്. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു 1 z എന്ന് വെച്ചാൽ -1. ഇനി -1 y² എന്ന് വെച്ചാൽ 2². അപ്പോൾ 4. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ? -5 എന്ന് കിട്ടുക. അപ്പോൾ -5 ആണ് ഡൈവേർജൻ ഓഫ് വെക്റ്റർ എഫ് അറ്റ് 1, 2, -1 എന്ന് പറയുന്ന പോയിന്റിൽ. ഇനി ഇതേ പോയിന്റിൽ കേൾ ഓഫ് എഫ് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ കേൾ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആണ് ചെയ്യേണ്ടത്. ഇത് ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ 2y ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഇൻ ക്രോസ് പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. അപ്പോൾ ക്രോസ് എടുക്കണമെങ്കിൽ ഐ ജെ കെ എഴുതുക. എന്നിട്ട് ഐൻ്റെ താഴെ ഡോ ബൈ ഡോ എക്സും ജെ ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് വരെ ആക്കേണ്ടതാണ്. അടുത്ത പി ക്യു ആർ ആണ് എഴുതേണ്ടത്. അപ്പോൾ പി എന്ന ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് വൈ സെഡ് ആണ് വരിക. അപ്പോൾ ഇവിടെ ജെൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ 3x² വൈ. ആർ എന്ന് പറഞ്ഞാൽ എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് കാണാൻ ആദ്യം ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ വരും? ഡോ ബൈ ഡോ വൈ എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് 3x² വൈ സ്ക്വയർ ജെ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഡോ സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ഡോ ബൈ ഡോ എക്സ് 3x² വൈ മൈനസ് ഡോ ബൈ ഡോ വൈ എക്സ് വൈ സെഡ് കെ. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഇസ് ഈക്വൽ ടു -2yzi മൈനസ് z² മൈനസ് എക്സ് വൈ ജെ പ്ലസ് 6xy മൈനസ് എക്സ് സെഡ് കെ. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു -2yzi പ്ലസ് എക്സ് വൈ മൈനസ് z² ജെ പ്ലസ് 6xy മൈനസ് എക്സ് സെഡ് കെ. അപ്പോൾ ഇതാണ് നമുക്ക് കേൾ എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി കേൾ അറ്റ് ദിസ് പോയിന്റ് കണ്ടിരിക്കണം. അപ്പോൾ കേൾ ഓഫ്
വെക്റ്റർ എഫ് അറ്റ് 1, 2, -1 ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു, അപ്പോൾ ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ ഈ പോയിൻറ്റിൻ്റെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 ഇൻറ്റു 2 ഇൻറ്റു -1 i പ്ലസ് 2 - 1 j പ്ലസ് 6 ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് 1 k ഈസ് ഈക്വൽ ടു 4i പ്ലസ് j പ്ലസ് 13k. അപ്പോൾ ഇതാണ് എന്താണ് കേൾ അറ്റ് ദ പോയിൻറ്റ് 1, കേൾ ഓഫ് വെക്റ്റർ എഫ് അറ്റ് ദ പോയിൻറ്റ് 1, 2, -1 എന്ന്. അപ്പോൾ ഇത്ര ഇതിൽ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം തന്നിരിക്കുന്നത് ഇഫ് r is equal to xi plus yj plus zk then prove that ഫസ്റ്റത്തെ എന്താണ് ഡെറിവേജൻസ് r ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കേൾ r ഈസ് ഈക്വൽ ടു ഡെറിവേഷൻ r ഈസ് ഈക്വൽ ടു 3യും കേൾ r ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പം അതിൻ്റെ പ്രൂഫ്, അതായത് നമുക്കത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഗിവൺ r ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻസ് ഓഫ് r ഈസ് ഈക്വൽ ടു എന്താ കാണാം, ക്രോസ് പ്രൊഡക്റ്റാണ് ഡോട്ട് പ്രൊഡക്റ്റാണ് കാണേണ്ടത്. എന്ത് ഡെറിവേഷൻ ഓഫ് r, ഡെറിവേജൻറ്റ് കാണുമ്പോൾ എപ്പോഴും ഡോട്ട് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഡെറിവേഷൻ r ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് r ഈസ് ഈക്വൽ ടു i ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് ഡോട്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 + 1 + 1 അപ്പോൾ ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 3. ഇനി രണ്ടാമത്തെ കേൾ ഓഫ് r ആണ് കണ്ടുപിടിക്കുക. കേൾ ഓഫ് r ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ കണ്ടത്, ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആകാണ്ട്. അപ്പോൾ ഡെൽ ക്രോസ് r ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് i പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ ഇൻറ്റു ക്രോസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ജെ കെ ജെ കെ വരും. അപ്പോൾ അതിന് താഴെ ഡോ ബൈ ഡോ എക്സ്, അതിൻ്റെ ഇത് വരും ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്, പിന്നെ അതിൻ്റെ എക്സ് വൈ സെഡ്, അടുത്ത എക്സ് വൈ സെഡ് വരും. അപ്പോൾ അത് എന്താക്കും, ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ഡോ ബൈ ഡിറ്റർമിനാണ് നമ്മൾ മാറ്റി എഴുതണമല്ലോ. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ ഐ പ്ലസ് ഡോ ബൈ ഈ ഐ നമ്മൾ അവസാനമായിട്ടോ കൊടുത്തത് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് ജെ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് കെ ഈസ് ഈക്വൽ ടു 0i പ്ലസ് 0j പ്ലസ് 0k ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇതും ഇവിടെ പ്രൂവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. Problem 6. Prove that the vector field 3y raised to 4 z square I plus 4x cube z cube j minus 3x square y square k is a solenoid. ഈ ഫംഗ്ഷൻ തന്നിരിക്കാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ സോളിനോയിഡ് ആണോ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് എഫ് ഈസ് എ ഡിനോട്ടഡ് ദ ഗീവൺ വെക്റ്റർ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ സോളിനോയിഡ് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡൈവേജൻറ്റ് 0 ആണോ എന്ന് നോക്കാനാണ്. അതിൻ്റെ ഡൈവേജൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഇൻറ്റു തന്നിരിക്കുന്ന ഫംഗ്ഷനാണ്. ഒരു ഡെൽ എന്ന് പറയുന്നത് ടോ ബൈ ടോ എക്സ് ഐ പ്ലസ് ടോ ബൈ ടോ വൈ ജെ പ്ലസ് ടോ ബൈ ടോ സെഡ് കെ ആണ്. അപ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ ദാറ്റ് ഈസ് ടോ ബൈ ടോ എക്സ് ഇൻറ്റു 3y raised to 4 z square പ്ലസ് ടോ ബൈ ടോ വൈ 4 ഇൻറ്റു 4x ക്യൂബ് z ക്യൂബ് മൈനസ് ടോ ബൈ ടോ സെഡ് 3x സ്ക്വയർ വൈ സ്ക്വയർ ആണ്. ഇതിന് ഫസ്റ്റത്തെ കോമ്പോണൻറ്റിൽ പറയുകയാണെങ്കിൽ ടോ ബൈ ടോ എക്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എക്സ് എന്ന് പറഞ്ഞ കോമ്പോണൻ്റ് ഇല്ല. 3y raised to 4 z സ്ക്വയർ ആണ്. അതിനകത്ത് എക്സ് എന്ന് പറഞ്ഞ കോമ്പോണൻ്റ് ഇല്ല. ദെൻ ടോ ബൈ ടോ എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. ദെൻ ആ ഫംഗ്ഷൻ 0 ആയി പോകും. അതുപോലെ തന്നെയാണ്
അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോ ബൈ ടോ വൈ ആണ്. അപ്പോൾ വൈ കോമ്പോണൻ്റ് ആണ് ആ ഫംഗ്ഷനിൽ വേണ്ടത്. അപ്പോൾ 4x³ z³ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ വൈ കോമ്പോണൻ്റ് ഇല്ല. ദെൻ ടോ ബൈ ടോ വൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ആ ഫംഗ്ഷനും 0 ആവും. അതുപോലെ തന്നെയാണ് മൈനസ് ടോ ബൈ ടോ z ഇൻറ്റു 3x² y². അതിൻ്റെ അകത്ത് z കോമ്പോണൻ്റ് ആണുള്ളത്. അപ്പോൾ പക്ഷേ ഈ ഫംഗ്ഷനകത്ത് z കോമ്പോണൻ്റ് ഇല്ല. ദെൻ ടോ ബൈ ടോ z 0 ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഫുള്ളായിട്ട് 0 ആവാണ്. ഹെൻസ് ദ ഗിവൺ ഫംഗ്ഷൻ വെക്റ്റർ ഫീൽഡ് ഈ സോളിനോയിഡ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു സോളിനോയിഡ് ആണെന്ന് പറയാൻ പറ്റും. Problem 7. Find the value of a if u equal to axy minus z² I plus x² plus 2yz j plus y² minus axz k is a high rotational. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിൻസ് യു ഇസ് എ ഹൈ റൊട്ടേഷൻ ദ കേൾ യു ഈക്വൽ ടു 0. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഹൈ റൊട്ടേഷണൽ ആണോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൈ റൊട്ടേഷണൽ ആവണമെങ്കിൽ അതിൻ്റെ ഫംഗ്ഷനായിട്ടുള്ള യു ഈക്വൽ ടു 0 ആവണം എന്നാണ്. അപ്പോൾ ഒരു കേൾ ഓഫ് യു ഈക്വൽ ടു ഡെൽ ഇൻറ്റു യു. ഒരു ഡെൽ എന്ന് പറയുന്നത് ടോ ബൈ ടോ എക്സ് ഐ പ്ലസ് ടോ ബൈ ടോ വൈ ജെ പ്ലസ് ടോ ബൈ ടോ സെഡ് കെ ആണ്. അതിൻ്റെ ഡിറ്റർമിനൻസ് കാണുമ്പോൾ ഐ ജെ കെ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കോമ്പോണൻസ് വൈസ് എഴുതുകയാണെങ്കിൽ ടോ ബൈ ടോ എക്സ് ടോ ബൈ ടോ വൈ ടോ ബൈ ടോ സെഡ്. ഇനി യുവിൻ്റെ ഫംഗ്ഷൻ്റെ ഐ ജെ കെ എന്ന് പറഞ്ഞ കോമ്പോണൻസ് എഴുതുകയാണെങ്കിൽ XY മൈനസ് z² x² പ്ലസ് 2yz y² മൈനസ് az x. ഇനി അതിൻ്റെ ഡിറ്റർമിനൻസ് സാധാരണ കാണുമ്പോൾ തന്നെ കാണാം അതിൻ്റെ കോമ്പോണൻസ് ആയിട്ടും ജെൻ്റെ കോമ്പോണൻസ് ആയിട്ടും കെൻ്റെ കോമ്പോണൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിന് കോമൺ ആയിട്ട് ടോ ബൈ ടോ എക്സും അതുപോലത്തെ ടോ ബൈ ടോ വൈയും അതുപോലെ തന്നെ ടോ ബൈ ടോ സെഡും കോമൺ ആയിട്ട് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഐ ഇൻറ്റു ടോ ബൈ ടോ വൈ y² minus azx minus ടോ ബൈ ടു സെഡ് x² plus 2yz minus j into ടോ ബൈ ടോ എക്സ് into y² minus azx minus ടോ ബൈ ടോ സെഡ് axy minus z² plus k into ടോ ബൈ ടോ എക്സ് x² plus 2yz minus ടോ ബൈ ടോ വൈ axy minus z² ആണ്. ഇതിനെ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫസ്റ്റത്തെ പോർഷൻസിൽ ഐൻ്റെ കോമ്പോണൻറ്റ് ടോ ബൈ ടോ വൈ ആണ്. ഐൻ്റെ കോമ്പോണൻസ് വൈസ് ആയത് I² എന്ന് പറയുമ്പോൾ 2y വരും. മറ്റേത് ജെൻ്റെ കോമ്പോണൻസ് ആണ്. അപ്പോൾ ജെൻ്റെ കൂടെ ഉള്ളത് 2y എന്നാണ്. അത് എഴുതുക ഐ ഇൻറ്റു 2y മൈനസ് 2y മൈനസ് ജെൻ്റെ കോമ്പോണൻസ് പറയുമ്പോൾ ടോ ബൈ ടോ എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ കോമ്പോണൻസ് ആയിട്ട് വരുന്നത് AZ ആണ്. അപ്പോൾ മൈനസ് ZZ മൈനസ് പിന്നെ വരുന്നത് സെഡിൻ്റെ കോമ്പോണൻസ് ആണ്. അതിൻ്റെ അകത്ത് Z² ആണ്. അപ്പോൾ 2z പ്ലസ് ഇനി കെൻ്റെ കോമ്പോണൻസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ടോ ബൈ ടോ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോമ്പോണൻസ് x² ആണ്. അപ്പോൾ 2x അതുപോലെ തന്നെ ടോ ബൈ ടോ വൈ വരുമ്പോൾ അതിനകത്ത് വൈൻ്റെ കോമ്പോണൻസ് വരാത്തത് Z² ആണ്. ദാറ്റ് ഈസ് ഇവിടെ വരുന്നത് AX ആണ്. ഇതിന് ഒന്നുകൂടി മാറ്റി എഴുതുമ്പോൾ 2y മൈനസ് 2y അത് 0 ആവും. അപ്പോൾ ദെൻ AZ മൈനസ് 2z j പ്ലസ് 2x മൈനസ് AX k ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഒരു ഹൈ റൊട്ടേഷണൽ ആവണമെങ്കിൽ കേൾ യു ഈക്വൽ ടു 0. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈക്വൽ ടു 0 വരുമ്പോൾ ദെൻ A ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. A ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ വാല്യൂയിലാണ് ഹൈ റൊട്ടേഷണൽ ആവുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്നിവിടെ വെക്റ്റർ ഫീൽഡിൻ്റെ 2 പ്രോബ്ലംസാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇഫ് എഫ് ഈസ് എ വെക്റ്റർ ഫീൽഡ് ഹാവിങ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ദെൻ പ്രൂവ് ദാറ്റ് ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് ഈക്വൽ ടു 0. അപ്പോൾ ഡൈവേർജൻസ് കാണാനും കേൾ എഫിൻ്റെ വാല്യൂ കാണാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആദ്യം കേൾ എഫിൻ്റെ ആണ് കണ്ടുപിടിക്കുക. കേൾ എഫിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് എന്ന് പറഞ്ഞ വെക്റ്റർ ഇവിടെ തന്നിട്ടില്ല. അത് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എഫ് എന്താക്കിയിട്ട് എടുക്കാം. ലെറ്റ് ടേക്ക് എഫ് ഈക്വൽ ടു PI പ്ലസ് QJ പ്ലസ് RK. ഇനി നമ്മൾ കേൾ എഫിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ കേൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ക്രോസ് എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് IJK. അപ്പോൾ ഡെല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെൽ എന്ന് പറഞ്ഞാൽ ഡെല്ലിലെ എലമെൻറ്റ്സ്, അതായത് ഐൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ആണ്. ജെൻ്റെ കോഎഫിഷ്യൻ്റ് ഡോ ബൈ ഡോ വൈ ആണ്. കെൻ്റെ കോഎഫിഷ്യൻ്റ് ഡോ ബൈ ഡോ എക്സ് ആണ്. ഇനി എഫിലെ എലമെൻറ്റ്സ് അതായത് P Q R ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ആണ് എടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ R ബൈ ഡോ വൈ മൈനസ് ഡോ Q ബൈ ഡോ സെഡ് ഇൻറ്റു I പ്ലസ്
ഡോ പി ബൈ ഡോ സെഡ് മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ജെ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ കേൾ എഫ് കണ്ടുപിടിച്ചു. ഇനി ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് കേൾ എഫ് ആണ്. അപ്പോൾ ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ് ഡെൽ. അപ്പോൾ ഡെൽ ഇൻറ്റു കേൾ എഫ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡോ പി ബൈ ഡോ സെഡ് മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഡോയും കേൾ എഫും കൂടെ കേൾ എഫിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതാണ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ സെഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സെഡ് പ്ലസ് അടുത്തതും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഇൻറ്റു ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഇൻറ്റു ഡോ എക്സ് പ്ലസ് അടുത്തതും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ വൈ. ഇനി ഇതിൽ ഒരുപോലെ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എടുത്ത് എഴുതാം. അതായത് ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഇൻറ്റു ഡോ എക്സ്. അതായത് ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഡോ സെഡും എന്താണ്? ഈക്വൽ ആണ്. പ്ലസ് അതേപോലെ ക്യൂവിൻ്റെ ടേംസ് എടുത്ത് എഴുതുക. ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സെഡ് പ്ലസ് ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഇൻറ്റു ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ വൈ. ഈ ഒരുപോലെ വരുന്ന ടേംസ് ആണ് നമ്മൾ ഒരുമിച്ച് എടുത്ത് എഴുതിയത്. അതായത് ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഇൻറ്റു ഡോ എക്സ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് വരും? 0 വരും. അടുത്ത ടേം നോക്കാം. ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ എക്സും ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈയും ഈക്വൽ ആണ്. അപ്പോൾ അതും എന്താവും? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. ഇനി മൂന്നാമത്തെ ടേം ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഇൻറ്റു ഡോ സെഡും മൈനസ് ഡോ സ്ക്വയർ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ വൈ. അതും സെയിം ടേംസ് ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. അപ്പോൾ ദെൻ നമുക്ക് എന്ത് കിട്ടും? ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എനി സ്കെയിലാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് whose second partial derivatives are continuous, curl of grade f equal to 0. അതായത് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതൊരു സ്കെലാർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും കേൾ ഓഫ് ഗ്രേഡ് എഫ് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വരികയെന്ന്. ഫോർ എനി ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷൻ എഫ് ഗ്രേഡ് എഫ് ഈക്വൽ ടു ഡെൽ എഫ്. അപ്പോൾ ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ആണ്. അപ്പോൾ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ദർഫോർ കേൾ ഓഫ് ഗ്രേഡ് എഫ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ എഫ്. അപ്പോൾ കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് ഡെൽ എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ക്രോസ് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ഇനി നമ്മൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കും. ദാറ്റ് ഈക്വൽ ടു ഐ ജെ കെ. ഡെല്ലിൻ്റെ ഐ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ആണ്. ജെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ആണ്. കെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ആണ്. അതുപോലെ തന്നെ അടുത്ത ഡോ എഫിൻ്റെ ഡെൽ എഫിൻ്റെ എന്താ വരിക? ഡോ എഫ് ബൈ ഡോ എക്സ്. ജെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ. കെ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ സെഡ് ആണ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് മൈനസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഡോ വൈ ഇൻറ്റു ഐ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ സെഡ് മൈനസ് ഡോ എഫ് ബൈ ഡോ സെഡ്
ഡോ എക്സ് ജെ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് ഡോ എക്സ് കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടിയത്? ഇത് നമ്മളിവിടെ എന്താ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഡോ എഫ് ബൈ ഡോ വൈ ഡോ സെറ്റും ഡോ എഫ് ബൈ ഡോ സെഡ് ഡോ വൈയും എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതേപോലെ തന്നെയാണ് അടുത്ത ടേം ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ സെറ്റും ഡോ എഫ് ബൈ ഡോ സെഡ് ഡോ എക്സും ഈക്വൽ ആണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. മൈനസ് അടുത്ത ടേം ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഈക്വൽ ആണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും? കേൾ ഓഫ് ഗ്രേഡ് എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും.